ടു Devu stips. ഞാൻ ദിവ്യ. ഞാൻ ഇന്ന് പുതിയൊരു ഡിഷായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് കോൾഡ് കോഫി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ ചാനലിൽ നമ്മൾ നോൺ വെജ്, വെജ് അങ്ങനത്തെ ഡിഷസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഡ്രിങ്ക്സ് ഐറ്റംസ് ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പോൾ ഷേക്ക് ആണെങ്കിലും ജ്യൂസ് ഐറ്റം ആണെങ്കിലും ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇന്നൊരു കോൾഡ് കോഫി ഉണ്ടാക്കാമെന്ന്. അപ്പം ഒരു വെറൈറ്റി രീതിയിൽ, അപ്പോൾ സാധാരണ കോൾഡ് കോഫി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മൾ ഇന്നൊരു വെറൈറ്റി രീതിയിലാണ് കോൾഡ് കോഫി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. 2 ഗ്ലാസ് പാൽ വേണം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഈ കുപ്പിയോടെ കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തേക്കുന്നത് ഫ്രഷ് മിൽക്കാണ്. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ഫ്രഷ് മിൽക്ക് അങ്ങനെ യൂസ് ചെയ്യാത്തവർ. അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് എത്ര ഗ്ലാസ് ആവശ്യമുള്ളതെന്ന് ചോദിച്ചാൽ അതെടുത്ത് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് അത് ആറിക്കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് കഴിഞ്ഞേ എടുക്കാവുള്ളൂ. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഫ്രഷ് മിൽക്കാണ്, നല്ല തണുപ്പുള്ളതാണ് എടുത്തേക്കുന്നത്. പിന്നെ എടുത്തേക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്, 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പോൾ എല്ലാം വലിയ സ്പൂണിനാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാപ്പിപ്പൊടി എൻ്റെ കടുപ്പത്തിനനുസരിച്ച് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം കുറച്ചിട്ടിട്ട് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, വേറെ കുഴപ്പമില്ല. പഞ്ചസാര അങ്ങനെ തന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് നോക്കണം. പിന്നെ വേണ്ടത് കണ്ടൻസ് മിൽക്ക് വേണം. പിന്നെ കണ്ടൻസ് മിൽക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണാണ് വേണ്ടത് കണ്ടൻസ് മിൽക്ക്. അതിനൊന്നും വ്യത്യാസമൊന്നുമില്ല. ആകെ വ്യത്യാസം വരാൻ ചാൻസ് ഉള്ളത് കാപ്പിപ്പൊടിയാണ്. ചിലവർക്ക് കടുപ്പ് ഒത്തിരി കൂടുതൽ ഇഷ്ടമല്ല, ചിലവർക്ക് കൂടുതൽ വേണം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മാറ്റിക്കണം. അതുപോലെ മധുരവും മാറ്റിക്കണം. പിന്നെ വേണ്ടത് ഐസ് ക്യൂബ്സ്. ഇത്ര സാധനങ്ങൾ മതി. ഒന്നുകൂടി പറയാം, 2 ഗ്ലാസ് പാല് വേണം, 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് വേണം, 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി വേണം. കാപ്പിപ്പൊടി എടുക്കേണ്ട ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി എടുത്താലേ ആ ടേസ്റ്റ് വരത്തുള്ളൂ. നോർമൽ കാപ്പിപ്പൊടി എടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇൻസ്റ്റൻറ്റ് തന്നെ എടുക്കണം. പിന്നെ എടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി വേണം, 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം, പിന്നെ ഒരു 5-6 ഐസ് ക്യൂബ്സ് വേണം. ഇത്രയും മതി. നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കൊരു മിക്സി ജാർ വേണം. ഇതിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോൾഡ് കോഫി. അപ്പോൾ ഇച്ചിരി വലിയ ജാറാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും, പ്രത്യേകിച്ച് 2 ഗ്ലാസ്സൊക്കെ അടിക്കുമ്പോൾ. പിന്നെ ഞാൻ ഈ അളവ് ഗ്ലാസ്സിനാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ നോർമലി ചായയും കോഫിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അതിൽ 2 ഗ്ലാസ് എടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മളങ്ങ് ഒഴിക്കുക. ഇനി നമുക്ക് കണ്ടൻസ് മിൽക്ക് വേണം, 2 ടേബിൾ സ്പൂണാണ് വേണ്ടത്. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഈ സാധനങ്ങളെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സ്പൂണിലുള്ളതും എല്ലാം ഇതിനകത്തങ്ങ് വീണോട്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് ഒരു 5-6 നിങ്ങളുടെ തണുപ്പിനനുസരിച്ചാണ് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു 6 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഇടരുത്, കുറച്ച് ഐസ് ക്യൂബ്സ് നമുക്ക് വേണം. ഇത് നമുക്ക് ആദ്യം ഒരു 30 സെക്കൻഡ് നോർമൽ മീഡിയം സ്പീഡ് ഉണ്ടല്ലോ, ഏതാ ഒന്നാമത്തെ സ്പീഡ്, ഓക്കെ, എല്ലാ മിക്സിക്കുള്ള ഏറ്റവും മിനിമം സ്പീഡിൽ ഒരു 30 സെക്കൻഡ് അടിക്കണം നന്നായിട്ട്. അത് കഴിഞ്ഞ് 30 സെക്കൻഡ് കഴിയുമ്പം ഏറ്റവും മാക്സിമം സ്പീഡ്, എത്ര നിങ്ങളുടെ മിക്സിയുടെ ഏറ്റവും മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ അത്രയും സ്പീഡിൽ 2 മിനിറ്റ് അടിക്കണം. ഓക്കെ, ഇത്ര അടിച്ചിട്ട് നമുക്ക് എടുത്തോണ്ട് ഞാൻ കാണിക്കും. കോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെയല്ല നല്ല പതയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അടിക്കുന്ന ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യത്തെ 30 സെക്കൻഡ് നമ്മൾ മിനിമം സ്പീഡിൽ വേണം അടിക്കാൻ. അത് കഴിഞ്ഞിട്ട് മാക്സിമം നമ്മുടെ മിക്സിക്ക് എത്ര സ്പീഡുണ്ടോ ആ സ്പീഡിൽ വേണം മാക്സിമം നമ്മൾ ഇത് അടിക്കുക, എന്നാലേ ഇങ്ങനെ പത വരുത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു കോഫി മേക്കറോ ഒന്നുമില്ലാതെ നമ്മൾ ഇത്ര നല്ല ഫ്ലഫി ആയിട്ടുള്ള കോൾഡ് കോഫി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഗ്ലാസ്സിലോട്ടാണോ അത് സെർവ് ചെയ്യുന്നത് ആ ഗ്ലാസ്സിലോട്ട് ഇത് മാറ്റണം. അപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഈ കോൾഡ് കോഫിയൊക്കെ നമ്മൾ അപ്പം ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കുടിക്കണം, യൂസ് ചെയ്യണം. അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേ ടൈം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുക, അതൊന്നും അത്ര നല്ലതല്ല. മീൻസ് ആ ടേസ്റ്റ് കിട്ടത്തില്ല.
നമുക്കിത് ഏത് ഗ്ലാസ്സിലോട്ടാണ് മാറ്റുന്നതെന്ന് വെച്ചാൽ ആ ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ട ഇതിനകത്തോട്ട് 2-3 ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കണം. ഞാനൊരു 2 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. എപ്പോഴും ഇട്ട് കൊടുക്കുമ്പോൾ ഇത് തുളുമ്പി താഴെ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. നമ്മുടെ കോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ടൈമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കാൻ. പ്രത്യേകിച്ച് ഞാൻ ഫ്രഷ് മിൽക്ക് വെച്ച് ഉണ്ടാക്കിയേക്കുന്നത്, അതുകൊണ്ട് ഒട്ടും ടൈം വേണ്ട. ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ഒരു 2.5 മിനിറ്റ് മാക്സിമം, 2 മിനിറ്റ് നമുക്ക് ഇത് നന്നായിട്ട് പതഞ്ഞ് വരാൻ വേണ്ടി എടുക്കും. അതുകൊണ്ട് അപ്പോൾ ഒരു 2.5 മിനിറ്റ് മാക്സിമം നമുക്കിത് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.